السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي رفع مكانة الأمهات وأوكل إليهن أعظم المهمات وبوأهن أعلى الدرجات في الجنات، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا ونبينا محمدا عبد الله ورسوله، فاللهم صل وسلم وبارك على سيدنا ونبينا محمد وعلى آله وصحبه أجمعين، وبعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, 28/7/2017 വെള്ളിയാഴ്ച UAE ഖുതുബ മാതൃത്വത്തിന്റെ മഹത്വത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. മുഅ്മിനീങ്ങളെ, അതിമഹത്തരവും മഹോന്നതവുമായ സ്ഥാനമലങ്കരിക്കുന്നവരാണ് മാതാവ്. കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ആർദ്രതയുടെയും അനുകമ്പയുടെയും ഉറവയാണ് മാതാവ്. വിശുദ്ധ ഖുർആൻ മാതൃകായോഗ്യരായ ധാരാളം മാതാക്കളെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതാവ് മറിയം ബീവിയെ കുറിച്ച് ഖുർആൻ പറയുന്നത് ഉമ്മുഹു സിദ്ദീഖ, അദ്ദേഹത്തിന്റെ ഉമ്മ പരമ സത്യസന്ധയാണ് എന്നാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അവർ സത്യമായി അംഗീകരിക്കുകയും അള്ളാഹുവിൽ അടിയുറച്ചു വിശ്വസിക്കുകയും സ്വന്തം മനസ്സിൽ അള്ളാഹുവിലുള്ള വിശ്വാസം അചഞ്ചലമാക്കുകയും വാക്കിലും പ്രവൃത്തിയിലും സത്യസന്ധത പുലർത്തുകയും ചെയ്തു എന്നതാണ് മറിയം ബീവിയെ ഇത്രയേറെ ശ്രേഷ്ഠയാക്കിയത്. ആരിലെല്ലാം ഏതെല്ലാം മാതാക്കൾ ഈ വിശുദ്ധമായ വിശേഷണങ്ങൾ പുലർത്തുന്നുവോ അതിന്റെ പ്രതിഫലനം അവരുടെ പെരുമാറ്റങ്ങളിലും അവരുടെ മക്കളുടെ പെരുമാറ്റങ്ങളിലും പ്രകടമായിരിക്കും. വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ പല ആയത്തുകളിൽ മറിയം ബീവിയെ കുറിച്ച് പ്രതിപാദിച്ചു. കാരണം ഓരോ സ്ത്രീക്കും ഓരോ പെൺകുഞ്ഞിനും അത് മാതൃകയാവണമെന്ന് ഖുർആൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ ക്ഷമയും വിശുദ്ധിയും പാതിവൃത്യവും ആളുകൾക്ക് മാതൃകയാവണമെന്ന് അള്ളാഹു തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് ഖുർആൻ തന്നെ പറയുന്നു, വജഅൽനാഹാ വബ്നഹാ ആയത്തൻ ലിൽ ആലമീൻ, മറിയം ബീവിയെയും അവരുടെ മകനെയും നാം ലോകർക്ക് ദൃഷ്ടാന്തമാക്കിയിരിക്കുന്നു. സന്താനങ്ങളെ നന്നായി ശിക്ഷണം ചെയ്യുന്ന മാതാക്കളെ വിശുദ്ധ ഖുർആൻ നന്നായി പ്രശംസിക്കുന്നത് കാണാം. ക്ഷമാശീലവും ശ്രേഷ്ഠതയും ജീവിതത്തിൽ പുലർത്തുന്നവരെ ഖുർആൻ വാഴ്ത്തുന്നതു കാണാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതാവിനെ അവരുടെ സത്യസന്ധമായ വികാരങ്ങളെ ആദരിച്ചുകൊണ്ട് അവരുടെ തീക്ഷ്ണമായ മാതൃവിചാരത്തെ പ്രശംസിച്ചുകൊണ്ട് മകനോടുള്ള സ്നേഹത്തെ പരിഗണിച്ചുകൊണ്ട് മകനെ വിട്ടുപിരിയേണ്ടി വന്നപ്പോൾ ആ മാതാവ് അനുഭവിച്ച വേദനയെ അംഗീകരിച്ചുകൊണ്ട് ഖുർആൻ തന്നെ ഉദ്ധരിക്കുന്നു, വഅസ്ബഹ ഫുആദു ഉമ്മി മൂസാ ഫാരിഗ, നദിയിലൊഴുക്കിയ മകനെയോർത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതാവിന്റെ ഹൃദയം വല്ലാത്ത ശൂന്യത അനുഭവിച്ചു. അഥവാ അത് നിറയെ മൂസാ നബിയെ കുറിച്ചുള്ള തന്റെ മകനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമായി മറ്റൊന്നും ആ മനസ്സിലേക്ക് കടന്നു വരാത്ത വിധം അവർ ആകുലപ്പെട്ടുപോയി. എന്നിട്ട് ഖുർആൻ അതിന് നൽകിയ പ്രതിഫലവും പറയുന്നു, ഫറദദ്നാഹു ഇലാ ഉമ്മിഹി കൈ തഖറ ഐനുഹാ, ആ ഉമ്മ ആഹ്ലാദിക്കാനായി മൂസാ നബിയെ നാം അവർക്കു തന്നെ തിരിച്ചു നൽകി. മൂസാ നബി ഉമ്മയുടെ അടുത്തു തന്നെ വളരണമെന്ന് അള്ളാഹു തീരുമാനിച്ചു. ആ ഉമ്മയുടെ തണലിൽ തന്നെ ആ ഉമ്മയുടെ സ്നേഹവും വാത്സല്യവും പരിഗണനയും പരിലാളനയും ഏറ്റ് ആ കുഞ്ഞു വളരണമെന്നും അള്ളാഹു തീരുമാനിച്ചു എന്ന് ഖുർആൻ പറയുകയാണ്. മുഅ്മിനീങ്ങളെ, നല്ല മാതാവിന്റെ വിശേഷണങ്ങൾ, നല്ല ഉമ്മയുടെ ഗുണങ്ങൾ എന്താണ്? ഉമ്മ സന്താനങ്ങളെ നന്നായി ശിക്ഷണം ചെയ്യുകയും അവരുടെ നന്മയാഗ്രഹിക്കുകയും വേണം. അവർക്ക് നല്ല മാതൃകയാവണം. മക്കളിൽ
ശ്രേഷ്ഠ സ്വഭാവങ്ങളും നല്ല ചിന്താഗതികളും അവരിൽ സന്നിവേശിപ്പിക്കുവാൻ നല്ല മാതാവിനാവണം. ഉന്നത മൂല്യങ്ങളും ഉയർന്ന പെരുമാറ്റ രീതികളും മക്കളിൽ പ്രാവർത്തികമാക്കാൻ ഉമ്മമാർക്കു സാധിക്കണം. നല്ല ഉമ്മമാർക്കു സാധിക്കണം. നല്ല പ്രവർത്തനങ്ങളിൽ മക്കളെ അവർ പ്രോത്സാഹിപ്പിക്കണം. മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യുന്നത് പോലെ, കുടുംബബന്ധം പുലർത്തുന്നത് പോലെ, അതിഥികളെ ബഹുമാനിക്കൽ പോലെ, അയൽവാസികൾക്ക് നന്മ ചെയ്യുന്നത് പോലെ, വയസ്സുകൊണ്ട് മുതിർന്നവരെ ബഹുമാനിക്കൽ, ചെറിയവരോട് കരുണ കാണിക്കൽ, ആളുകൾക്ക് മുഴുവൻ, ലോകത്തെ മുഴുവൻ ആളുകൾക്കും നന്മ ചെയ്യൽ, മഹാന്മാരുടെയും പണ്ഡിതന്മാരുടെയും സ്വഭാവ ഗുണങ്ങൾ ശീലമാക്കൽ എന്നു തുടങ്ങി നല്ല കാര്യങ്ങളിൽ മക്കൾക്ക് പ്രോത്സാഹനമാവണം നല്ല മാതാവ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് അദ്ദേഹത്തെ വിദ്യാസമ്പാദനത്തിനു വേണ്ടി നാട്ടിൽ നിന്ന് അകലേക്ക് പറഞ്ഞയക്കുമ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞുവത്രേ, ഇദ്ഹബ് ഇലാ റബീഅ, റബീഅ എന്ന് പറയുന്ന വലിയ പണ്ഡിതന്റെ അടുത്തു നീ പോവണം. ഫതഅല്ലം മിൻ അദബിഹി ഖബ്ല ഇൽമിഹി, എന്നിട്ട് അദ്ദേഹത്തെ നീ കണ്ടുമുട്ടിയാൽ, അദ്ദേഹത്തിന്റെ ശിഷ്യനായി നീ ചേർന്നു കഴിഞ്ഞാൽ, നീ ആദ്യം വിദ്യകളല്ല പഠിക്കേണ്ടത്, ഫതഅല്ലം മിൻ അദബിഹി, അദ്ദേഹത്തിന്റെ സംസ്കാരം നീ പഠിക്കണം, അദ്ദേഹം പുലർത്തുന്ന മര്യാദകൾ നീ പഠിക്കണം. ഖബ്ല ഇൽമിഹി, അദ്ദേഹത്തിന്റെ അറിവുകൾ നീ കരസ്ഥമാക്കുന്നതിന് മുമ്പ് എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ തന്റെ മകനെ ഉപദേശിക്കുകയാണ്. മാതൃകായോഗ്യയായ മാതാവ് അനുകമ്പയും ആർദ്രതയും സ്നേഹവും വാത്സല്യവും തന്റെ ആൺമക്കളോടും പെൺമക്കളോടും പ്രകടിപ്പിക്കുന്നവരാണ്. സ്വന്തം ശരീരത്തെക്കാൾ മക്കൾക്ക് അവർ സ്ഥാനം നൽകും. കാരണം ഈ കാരുണ്യം, ഈ ഹൃദയവിശാലത, ഇത് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ട വിശിഷ്ട ഗുണമാണ്. അങ്ങനെ സമൂഹത്തിൽ മുഴുവൻ ഈ നല്ല ഗുണങ്ങൾ വ്യാപിക്കേണ്ടതുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത് പോലെ, ജാഅത്നി ഉമ്മുൻ മിസ്കീന തഹ്മിലു ഇബ്നതൈനി ലഹാ, ഒരു ദിവസം രണ്ടു മക്കളെയും ചുമന്നുകൊണ്ട് ഒരു പാവം മാതാവ് എന്റെ മുന്നിൽ വന്നു. ഫഅത്അംതുഹാ സലാസത മറാത്ത്, ഞാൻ അവർക്ക് മൂന്നാളുകളെ പരിഗണിച്ച്, രണ്ടു മക്കളും ഒരു ഉമ്മയും 3 ഈത്തപ്പഴങ്ങൾ നൽകി. ഫഅഅതത് കുല്ല വാഹിദത്തിൻ മിൻഹുമാ തംറ, ആ മാതാവ് രണ്ടു മക്കൾക്കും ഓരോ ഈത്തപ്പഴം നൽകി. വറഫഅത് ഇലാ ഫീഹാ തംറതൻ ലിതഅകുലഹാ, മൂന്നാമത്തേത് സ്വന്തം വിശപ്പിന് ഒരൽപ്പം ശമനം നൽകാനായി ആ മാതാവ് തന്റെ വായിലേക്ക് ഉയർത്തി. ഫസ്തത്അമത്ഹാ ഇബ്നതാഹാ, ആ സമയം രണ്ടു മക്കളും ഞങ്ങൾക്കിനിയും വേണമെന്ന് പറഞ്ഞു. ഫശഖ്ഖതിത് തംറതല്ലതി കാനത് തുരീദു അൻ തഅകുലഹാ ബൈനഹുമാ, സ്വന്തം വായിലേക്ക് ഉയർത്തിയ ആ ഈത്തപ്പഴം ആ മാതാവ് വീണ്ടും 2 കഷണങ്ങളാക്കി രണ്ടു മക്കൾക്കു നൽകുകയാണ്. ഫഅഅജബനി ശഅനുഹാ, ആ കാര്യം എനിക്ക് വല്ലാതെ അത്ഭുതം തോന്നി, എനിക്കത് വല്ലാതെ ഇഷ്ടം തോന്നി. ഫദക്കർതുല്ലദീ സനഅത് ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മാതാവ് ചെയ്ത ഈ ശ്രേഷ്ഠമായ കാര്യം ഞാൻ പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തു. ഫഖാൽ, അപ്പോൾ നബി തങ്ങൾ എന്നോട് പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് ഔജബ ലഹാ ബിഹൽ ജന്ന, ആ ഒരൊറ്റ ഈത്തപ്പഴം കൊണ്ട് അല്ലാഹു ആ സ്ത്രീക്ക് സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ ഔ അഅതഖഹാ ബിഹാ മിനന്നാർ, ആ ഒരൊറ്റ ഈത്തപ്പഴം കൊണ്ട് അല്ലാഹു അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അത്രേ. അതുപോലെ ലജ്ജയുടെയും പാതിവൃത്യത്തിന്റെയും സുന്ദരമായ പാഠങ്ങൾ മാതാപിതാക്കൾ തങ്ങളുടെ പെൺമക്കൾക്ക് പകർന്നു നൽകണം. നന്മയും ദാനവും അവർക്കിഷ്ടമുള്ള ശീലങ്ങളാക്കണം. നല്ല കുടുംബങ്ങൾ വാർത്തെടുക്കുന്നതിന് വേണ്ട അടിസ്ഥാന ഗുണങ്ങൾ അവരിൽ വികസിപ്പിക്കണം. കിടയറ്റ കുടുംബ ബന്ധങ്ങൾ ഉടലെടുക്കുന്നതിനാവശ്യമായ ഉന്നതമായ ഗുണങ്ങൾ, ബഹുമാനവും സന്തോഷവുമെല്ലാം അവർക്ക് മാതാപിതാക്കൾ പകർന്നു നൽകണം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാതാക്കളെ ഒരുപാട് പ്രശംസിച്ചിട്ടുണ്ട്. കാരണം അവർ കാരുണ്യത്തിന്റെ സന്ദേശവാഹകരാണ്. മക്കളെ പരിപാലിക്കുന്ന, മക്കളെ
വേണ്ടവിധം പരിഗണിക്കുന്ന ഉദാത്ത മാതൃകകളാണവർ. ഒരു കുടുംബത്തിന്റെ ഉപകാരത്തിനും നന്മയ്ക്കും വേണ്ടി അത്യധ്വാനം ചെയ്യുന്നവരാണവർ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയ പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ഒരിക്കൽ പറഞ്ഞു അത്രേ, ഇന്ന ഖൈറൻ നിസാ അല്ലതീ നഫഅത് അഹ്ലഹാ, സ്വന്തം കുടുംബത്തിന് ഉപകാരം ചെയ്യുന്നവളാണ്, കുടുംബത്തിനു വേണ്ടി പരിശ്രമിക്കുന്നവളാണ് ഏറ്റവും നല്ല സ്ത്രീ എന്ന്. ഒരു കുടുംബത്തിന് ഒരു മാതാവിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ മാതാവ് തന്റെ മക്കളുടെ മാനസിക ചുറ്റുപാടുകളെ പരിഗണിക്കുകയും അവരിലെ ഉന്നതമായ വ്യക്തിത്വ വികസന ഗുണങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്യുക എന്നതാണ്. അതുവഴി അവർക്ക് സമാധാനവും സുസ്ഥിരതയും ജീവിതത്തിൽ കൈവരുത്താൻ മാതാവിനാവണം. ആത്മവിശ്വാസത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും സുന്ദര പാഠങ്ങൾ മാതാവ് പകർന്നു നൽകണം. അങ്ങനെ ഭാവിയിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും പ്രതിസന്ധികളെ നേരിടുവാനും അവർക്കു സാധിക്കണം. ഉദാത്തമായ സ്വഭാവ ഗുണങ്ങളും ഉന്നതമായ പെരുമാറ്റ രീതികളുമുള്ള മാതാക്കൾ സമൂഹത്തിലുണ്ടാവുക എന്നത് എത്ര ഭാഗ്യകരമാണ്. ആൺമക്കളായും പെൺമക്കളായും അള്ളാഹു തനിക്കു ചെയ്തു തന്ന അനുഗ്രഹങ്ങളോട് അർഹിക്കുന്ന രീതിയിൽ അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുകയും തന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് ചരിത്രപരമായ മാറ്റങ്ങൾക്കു കാരണമാകും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ വൽ മർഅതു റാഇയത്തുൻ അലാ അഹ്ലി ബൈതി സൗജിഹാ വ വലദിഹി, ഒരു സ്ത്രീ തന്റെ ഭർത്താവിന്റെ കുടുംബത്തിലും ഭർത്താവിന്റെ മക്കളിലും ഉത്തരവാദിത്തമുള്ളവളാണ്. വമസ്ഊലത്തുൻ അൻ റഇയതിഹാ, ആ ഉത്തരവാദിത്തത്തെക്കുറിച്ച് തന്റെ ഭരണാധികാരത്തെക്കുറിച്ച് അവൾ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുമെന്നാണ്. മാതാവിന്റെ അതിമഹത്തരമായ സ്ഥാനവും അവളുടെ പ്രസക്തിയും മനസ്സിലാക്കിക്കൊണ്ട് ആ മഹത്തരമായ സ്ഥാനത്തിന് നന്മ നമ്മൾ പ്രതിഫലം നൽകേണ്ടതുണ്ട്. അവരുടെ മഹത്വം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മാതാവിന് നന്മ ചെയ്യുന്നതിലേറെ ശ്രേഷ്ഠമായ, ഉമ്മയ്ക്ക് കരുണ ചെയ്യുന്നതിലേറെ ഉന്നതമായ മറ്റൊരു കർമ്മവും ലോകത്തില്ല തന്നെ. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നത് പോലെ, ഇന്നി ലാ അഅലമു അമലൻ അഖറബ ഇലല്ലാഹി അസ്സ വജല്ല മിൻ ബിർരിൽ വാലിദ, മാതാവിന് നന്മ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിനോട് അടുത്തു നിൽക്കുന്ന, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വേറെ ഒരു കർമ്മം എനിക്കറിയുകയേയില്ല എന്ന് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്. മാതാവിന് നന്മ ചെയ്യുക എന്നത് അവർക്ക് സേവനം ചെയ്യുക വഴിയാവാം, അവരുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കാര്യങ്ങളിൽ ആരായുക വഴിയാവാം, അവരുടെ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക വഴിയാവാം. അവരുടെ തലമുറയെ വാർത്തെടുക്കുന്നതിൽ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് ആവശ്യമായവ സ്വീകരിച്ചുകൊണ്ടാവാം. ചുരുക്കത്തിൽ മാതൃകായോഗ്യയായ മാതാവ് ഓരോ പുരുഷന്റെയും സ്ത്രീയുടെയും വിജയത്തിന്റെ രഹസ്യമാണ്. മുഅ്മിനീങ്ങളെ, മാതൃകായോഗ്യയായ മാതാവാണ് നാളെയുടെ നേതാക്കളെയും ജേതാക്കളെയും സൃഷ്ടിക്കുന്നത്. രാജ്യത്തെ സ്നേഹിക്കുവാനും രാജ്യത്തോടുള്ള കടപ്പാട് നിർവഹിക്കുവാനും ഇത്തരം മാതാക്കൾ സ്വന്തം മക്കളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. സ്വന്തം മക്കളിൽ രാജ്യത്തോടുള്ള കടപ്പാടും പ്രതിബദ്ധതയും അവർ അരക്കിട്ടുറപ്പിക്കുകയാണ്. രാജ്യത്തിനു വേണ്ടി സർവം ത്യജിക്കുവാനും സമൂഹത്തിനു വേണ്ടി നിസ്വാർത്ഥമായി സേവനം ചെയ്യുവാനും മാതാപിതാക്കളുടെയും പ്രപിതാക്കളുടെയും പാരമ്പര്യങ്ങൾ അവരിൽ ഉറപ്പിച്ചു നിർത്തുവാനും മാതാവ് ശ്രമിക്കുകയാണ്. രാജ്യത്തിന്റെ സ്വത്തും സമ്പാദ്യവും സംരക്ഷിക്കാൻ ജീവൻ പോലും സമർപ്പിക്കാൻ ഇത്തരം മാതൃകാ മാതാക്കൾ സ്വന്തം മക്കൾക്കു പ്രേരണ നൽകുകയാണ്. സ്വന്തം മക്കളെ രാജ്യത്തിന്റെ സംരക്ഷകരായി ഒരു മാതാവ് മാറ്റുകയാണ്. ഈ രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിക്കേണ്ടി വന്ന രക്തസാക്ഷികളുടെ മാതാക്കൾ ഈ മേഖലയിൽ നമ്മുടെ മുന്നിൽ ജീവിച്ചിരിക്കുന്ന മാതൃകകളാണ്. സംരക്ഷണത്തിനു വേണ്ടി ഒരു തലമുറയെ വാർത്തെടുത്തതിന്റെ സുമോഹന ഉദാഹരണങ്ങളാണ് ഈ മാതാക്കൾ നമ്മുടെ മുന്നിൽ കാഴ്ചവെക്കുന്നത്. സ്വന്തം മക്കളുടെ രക്തസാക്ഷിത്വത്തിന്റെ പേരിൽ അവർ അഭിമാനം കൊള്ളുകയാണ്. അവർ
അന്തസ്സിന്റെയും അഭിമാനത്തിന്റെയും സാക്ഷ്യപത്രങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. ഇവരുടെ ഈ മഹോന്നതമായ ഈ നിലപാട് നാളെയുടെ തലമുറകൾക്ക് ഉന്നതമായ പാഠങ്ങൾ പകർന്നു നൽകുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ രക്തസാക്ഷികളുടെ മാതാക്കൾക്ക്, ഈ രാജ്യത്തിന്റെ ശുഹദാക്കളുടെ മാതാക്കൾക്ക് നീ അർഹമായ പ്രതിഫലം നൽകണമേ. ഞങ്ങളുടെ മാതാക്കളെ നീ അനുഗ്രഹിക്കണമേ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.